ത്തിൽ തന്നെ ഒരാൾ രോഗബാധിതനാവുകയും അങ്ങനെ മരണം വരിക്കുകയും ചെയ്തേക്കാം. ദശലക്ഷക്കണക്കിന് ആളുകൾ ദിവസേന അർബുദം പോലുള്ള മാരക രോഗം പിടിപെട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു. മരുന്ന് കണ്ടുപിടിക്കാത്ത വളരെയധികം രോഗങ്ങൾ ഇന്നും നിലവിലുണ്ട്. ഒരു നാൾ താനും അത്തരം രോഗത്തിന് അടിമപ്പെടുകയില്ലെന്ന് ഒരാൾക്കും ഉറപ്പിച്ചു പറയുക സാധ്യമല്ല തന്നെ. തലച്ചോറിലെ ഒരു രക്തധമനി പൊട്ടിപ്പോയെന്ന് വയ്ക്കുക. അങ്ങനെ സംഭവിച്ച ഒരു രക്തധമനി ഉൾക്കൊള്ളുന്ന തലച്ചോറിന്റെ എക്സ്റേ ചിത്രമാണ് നാം ഇപ്പോൾ ദർശിക്കുന്നത്. തലച്ചോറിലെ അത്തരം ഒരു പൊട്ടൽ ഗുരുതരമായ ആഘാതം സൃഷ്ടിച്ചെന്നു വരാം. രക്തസമ്മർദ്ദം കൂടുന്നത് തലച്ചോറിലെ കോശങ്ങൾ നശിക്കാൻ കാരണമാകുന്നു. അതിന്റെ അനന്തരഫലമായി ഒരു വ്യക്തി വികലാംഗനോ പക്ഷാഘാതം ഏറ്റവനോ അല്ലെങ്കിൽ ബുദ്ധിവൈകല്യം സംഭവിച്ചവനോ ആയി ശിഷ്ടകാലം കഴിച്ചുകൂട്ടേണ്ടി വരും. നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ നിയമവിദ്യാർത്ഥിയായിരുന്ന ജെറാമി ക്ലൈവിനെയാണ്. ജെറാമി ക്ലൈവ് തന്റെ ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം അവൻ തന്റെ അധ്യാപകന്റെ മുറിയിൽ പഠന സംബന്ധമായ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കവേ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഉടനെ തന്നെ അവനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവന്റെ തലച്ചോറിലെ ഒരു ഭാഗത്തിന് ആഘാതം സംഭവിച്ചതായി കണ്ടുപിടിച്ചു. അതായിരുന്നു ആ വീഴ്ചയ്ക്ക് കാരണമായത്. പെട്ടെന്ന് തന്നെ ഓപ്പറേഷന് വിധേയമാക്കിയെങ്കിലും അവന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. പഠിച്ചു വലുതായി ഒരു അഭിഭാഷകനാകണമെന്ന അവന്റെ ആഗ്രഹം നിഷ്ഫലമായി. അല്പം മുമ്പ് കണ്ടതും കേട്ടതും പോലും അവൻ മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ താൻ ചെയ്യേണ്ട ഓരോ കാര്യവും റെക്കോർഡ് ചെയ്യുകയാണ് അവനിപ്പോൾ. മാത്രമല്ല, മുമ്പ് റെക്കോർഡ് ചെയ്തു വെച്ചത് കേട്ടിട്ടാണ് താൻ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്നുപോലും അവൻ മനസ്സിലാക്കുന്നത്. പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാകാനുള്ള ശ്രമത്തിനിടയിൽ വന്നു ഭവിച്ച ഈ ആഘാതത്തെ തുടർന്ന് നിരന്തര നിരീക്ഷണവും പരിരക്ഷയും ആവശ്യമുള്ളവനായ ദുർബലനായ ഒരു വ്യക്തിയായി അവൻ മാറിയിരിക്കുന്നു. ഈ ചിത്രം ഹെൻറി എന്ന ഒരു വിദ്യാർത്ഥിയുടേതാണ്. നാൽപ്പതാം വയസ്സിൽ നിരവധി നേട്ടങ്ങൾ കൊയ്ത ഒരു ബിസിനസ്സുകാരനും 2 കുട്ടികളുടെ പിതാവുമായിരുന്നു അദ്ദേഹം. ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിന് തന്റെ മുഖത്ത് സ്പർശനശേഷി നഷ്ടപ്പെട്ടതായി അനുഭവപ്പെട്ടു. പരിശോധനയിൽ മുഖത്തിന്റെ ഇടതുവശത്ത് അർബുദം ബാധിച്ചതായി മനസ്സിലാക്കി. അധികം താമസിയാതെ അർബുദം അവന്റെ ഇടതുകണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെടുത്തി. വിവാഹിതയും ബിസിനസ്സുകാരിയുമായിരുന്ന തോഷിക്കോ സുസുക്കി സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ജാപ്പനീസ് വനിതയായിരുന്നു. ഒരു ദിവസം അവരുടെ തലച്ചോറിന് ക്ഷതം സംഭവിച്ചു. അത് ആത്മവിശ്വാസിയും ധനികയുമായ ആ ബിസിനസ്സുകാരിയെ ബുദ്ധിവൈകല്യം സംഭവിച്ചവളാക്കി മാറ്റി. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലേക്ക് അവർ തള്ളപ്പെട്ടു. അവരുടെ ഓർമ്മശക്തി പൂർണ്ണമായി നശിച്ചത് കാരണം അവരാർജിച്ച അനുഭവമോ സമ്പത്തോ ശിഷ്ടജീവിതത്തിൽ അവർക്ക് ഉപകാരപ്പെട്ടില്ല. ഈ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്താൽ ഈ ലോകത്തിലെ വിഭവങ്ങളോടുള്ള തന്റെ അന്ധമായ വൈകാരിക ബന്ധത്തിന്റെ അർത്ഥശൂന്യത മനുഷ്യന് മനസ്സിലാകും. തനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം തന്നെ സമസൃഷ്ടികൾക്ക് കൂടി ഉപകാരപ്രദമാക്കുന്ന വിധത്തിൽ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്നതാരെന്ന് ദൈവം വിലയിരുത്തുമെന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവന് മാത്രമേ മനുഷ്യനെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ നിയമത്തിന് വഴിപ്പെടുകയാണ്
നിസ്സഹായനായ മനുഷ്യൻ ചെയ്യേണ്ടത്? ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നതാണ് മനുഷ്യൻ അനുവർത്തിക്കേണ്ട നയം. ദൈവത്തിന്റെ ആജ്ഞകളനുസരിച്ച് അവൻ പഠിപ്പിച്ച മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവനിൽ ദൈവം സംപ്രീതനാവുകയും മരണാനന്തരം അവരെ സ്വർഗാവകാശികളാക്കുകയും ചെയ്യുന്നു. പരലോക ജീവിതത്തെ മറന്ന് ആരെല്ലാം ഈ ലോകത്ത് അധർമ്മികളും അക്രമകാരികളും അഹങ്കാരികളുമൊക്കെയായി ജീവിക്കുന്നുവോ അവർക്ക് അത്യധികം പ്രയാസകരമായ ജീവിതമായിരിക്കും അനുഭവിക്കേണ്ടി വരിക. രോഗം മാത്രമല്ല ഈ ലോകത്ത് ഒരാളെ അവശനാക്കുന്നത്. അപകടങ്ങൾ കാരണമായി ഒരാൾ ശാരീരികമായി തളരുകയോ വികലാംഗനാവുകയോ മരിക്കുകയോ ചെയ്യാറുണ്ട്. വാർത്താമാധ്യമങ്ങൾ ദിവസേന നിരവധി അപകടങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ സംഭവങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരൊന്നും തന്നെ തങ്ങൾ അടുത്തുതന്നെ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന വിവരം അറിഞ്ഞിരുന്നവരല്ല. തങ്ങളുടെ ഭാവിയെക്കുറിച്ച് 1000 സങ്കല്പങ്ങളുമായി ജീവിതത്തിന്റെ ഇടനാഴികകളിലൂടെ തിരക്കിട്ട് കുതിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മരണം അവരെ പിടികൂടുകയാണ് ചെയ്യുന്നത്. ഈ ഡോക്യുമെന്ററി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽപ്പെട്ട യുവാക്കൾ പോലും അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം പിടികൂടുന്നവരായേക്കാം. ഒരുപക്ഷെ നാം തന്നെ അങ്ങനെ സംഭവിക്കുന്നവരിൽ ഉൾപ്പെട്ടുവെന്നും വന്നേക്കാം. ഈ ഡോക്യുമെന്ററി മരണത്തെക്കുറിച്ച് നമുക്കുള്ള അവസാനത്തെ മുന്നറിയിപ്പും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രേരകവും ആയിത്തീരണം. മനുഷ്യൻ തന്റെ നിത്യജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിസ്സഹായാവസ്ഥ ഈ ലോകത്തിലെ അവന്റെ ജീവിതത്തിന്റെ ക്ഷണികതയെയും അപൂർണതയെയും കുറിച്ചുള്ള തെളിവല്ലാതെ മറ്റൊന്നുമല്ല. നമ്മുടെ ശരീരത്തിന് തുടർച്ചയായ ശുദ്ധീകരണവും പരിചരണവും ഭക്ഷണവും ആവശ്യമാണ്. താൻ വളരെയധികം സൗന്ദര്യമുള്ളവനാണെന്ന് ദുരഭിമാനം കൊള്ളുന്ന മനുഷ്യർ രാവിലെ ഉണർന്നെണീക്കുമ്പോഴുള്ള അവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഭൂരിപക്ഷം ജനങ്ങളും ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമാണെന്ന് പറഞ്ഞു തള്ളുകയല്ലാതെ എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്രയും നിസ്സഹായാവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചിന്തിക്കാറില്ല. നമുക്ക് നിരന്തരമായ ശുദ്ധീകരണവും പരിചരണവും അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന്റെ മറ്റു പല സൃഷ്ടികളും മനുഷ്യന്റെ അത്ര തന്നെ പരിചരണം ആവശ്യമില്ലാത്തവരാണ്. പൂക്കൾ മണ്ണിൽ നിന്നും ഉണ്ടാകുന്നവയാണെങ്കിൽ പോലും യാതൊരു പരിചരണവും കൂടാതെ തന്നെ വളരെ വൃത്തിയായും സുഗന്ധപൂരിതമായും നിലകൊള്ളുന്നു. ഈ ലോകത്തിലെ സകല വസ്തുക്കളും കാലാന്തരത്തിൽ വാർദ്ധക്യം ബാധിച്ച് മങ്ങി ഒടുവിൽ നശിച്ചു പോകുന്നു. اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. അറിഞ്ഞിരിക്കുക, ഇഹലോക ജീവിതമെന്നത് കേവലം കളിയും വിനോദവും ബാഹ്യമോടികളും പരസ്പരമുള്ള പ്രൗഢിയും സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള ഔന്നത്യഘോഷവുമാണ്. അവരുടെ ഉപമ ഒരു മഴ പോലെയാണ്. ആ മഴ മൂലമുണ്ടായ സസ്യലതാദികൾ കണ്ട് കർഷകർ സന്തുഷ്ടരായി. അപ്പോഴതാ ആ വിള ഉണങ്ങിപ്പോകുന്നു. അങ്ങനെ വിളറിയ അവസ്ഥയിൽ നീ അത് കാണുന്നു. പിന്നീടത് വൈക്കോലായിത്തീരുന്നു.
ഇനി പരലോകത്താകട്ടെ വേദനാജനകമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ പക്കൽ പാപമോചനവും സംപ്രീതിയുമുണ്ട്. ഐഹിക ജീവിതമെന്നത് കേവലം ചതിക്കുഴിയല്ലാതെ മറ്റൊന്നുമല്ല. പ്രകൃതിക്ഷോഭങ്ങൾ. വാർദ്ധക്യ സഹജമായ പരാധീനതകൾക്കൊപ്പം പ്രകൃതിക്ഷോഭങ്ങളും ഈ ലോകത്തിന്റെ ക്ഷണികഭാവത്തെ കുറിക്കുന്നു. والنور يبني في السفوح وفي الذرى دورا مزخرفة وحينا يهدم. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഉൽക്കകൾ പോലുള്ള പ്രതിഭാസങ്ങളുടെ അപകടം സദാ പതിയിരിക്കുന്നുണ്ട്. وتبسمت فعلى ما لا تتبسم إن كنت مكتئبا لعز قد مضى هيهات يرجعه إليك تندم كم تشتكي وتقول إنك معدم والأرض അത്തരം ചില വിനാശകരമായ അപകടങ്ങൾ മുമ്പുണ്ടായിട്ടുമുണ്ട്. ദിനോസറുകളുടെ നാശത്തിന് ഹേതുവായത് ഇത്തരം ചില ഉൽക്കാപതനങ്ങളാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഒരു പുതിയ ഉൽക്ക ഇനിയും വന്ന് പതിച്ചേക്കാം. والماء حولك فضة رقراقة والشمس فوقك عسجد يتضرم والشمس فوقك عسجد يتضرم. നാം വസിക്കുന്ന ഭൂമി ബഹിരാകാശത്തു നിന്നും വന്നു ചേർന്നേക്കാവുന്ന ഇത്തരം അപകടങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭൂമിയെ നാം ഒരാപ്പിളിനോട് ഉപമിച്ചാൽ ഭൂമിയുടെ ബാഹ്യപാളി ആപ്പിളിന്റെ തൊലിയുടെ അത്രമാത്രമേ വരികയുള്ളൂ. നാം വസിക്കുന്ന ഈ ബാഹ്യപാളി വളരെ കനം കുറഞ്ഞതും ദുർബലവുമാണ്. ബാഹ്യശക്തികളിൽ നിന്നുള്ള ചെറിയൊരു ആഘാതം അതിനെ പൂർണ്ണമായി തകർക്കാൻ പര്യാപ്തമാണ്. അപകടങ്ങൾ ആകാശത്തിൽ മാത്രമല്ല പതിയിരിക്കുന്നത്, അവ നമ്മുടെ കാൽച്ചുവട്ടിൽ നിന്നും ബഹിർഗമിച്ചേക്കാം. കനം കുറഞ്ഞ ദുർബലമായ ഭൗമബാഹ്യ പാളിക്കടിയിൽ ആയിരക്കണക്കിന് ഡിഗ്രി ഊഷ്മാവിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ലാവയുണ്ട്. ഈ ലാവകൾ ചിലപ്പോൾ ഭൗമോപരിതലത്തിലേക്ക് ബഹിർഗമിക്കുമ്പോഴാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. تطل من الثرى صور تكاد لحسنها تتكلم كم تشتكي وتقول إنك معدم. യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂമി മുകളിൽ നിന്നും താഴെ നിന്നുമുള്ള ശക്തമായ അപകട ഭീഷണികൾക്കിടയിലാണ് നിലകൊള്ളുന്നത്. പ്രൗഢിയോടെ നിലകൊള്ളുന്ന പർവ്വതങ്ങൾ ചിലപ്പോൾ പൊട്ടിത്തകർന്ന് തരിപ്പണമാകാറുണ്ട്. അത്തരം പ്രകൃതിക്ഷോഭങ്ങൾ തടയാനുള്ള ഒരു മാർഗവും ഇല്ല തന്നെ. ليكن يومك للشعب ودادا ليكن حبك للأرض مداد